നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി. പരാമർശത്തെ വളച്ചൊടിച്ച് വിവാദമാക്കിയത്. വെള്ളാപ്പള്ളി തികഞ്ഞ മതേതരനെന്നും പിണറായിയുടെ പ്രശംസ. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ ആലപ്പുഴ ബീച്ചിലെ കടക്കാർക്ക് വിലക്ക്. വിവാദമായപ്പോൾ മലക്കം മറിഞ്ഞ് പോലീസും CPM. ഫോൺ വഴി വീണ്ടും മുത്തലാഖ്. സ്വർണമില്ലാത്തതിനും സൗന്ദര്യം കുറഞ്ഞതിനും മൊഴി ചൊല്ലിയത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലുന്നത് പുറത്ത്. അതാണ് ആൺകുട്ടികൾ അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ളത് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ ഹമാസ് മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രം ഉയർത്തിയതിനെതിരെ BJP. മാളയിൽ 6 വയസ്സുകാരനെ കൊന്നത് ലൈംഗിക പീഡനം ചെറുത്തതിനെന്ന് പ്രതി. പോക്സോ കുറ്റങ്ങൾ ചുമത്തി ജോജോയുമായി തെളിവെടുത്തു. കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം. ശിക്ഷ വിധിച്ച് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി. കരുവന്നൂർ തട്ടിപ്പിൽ പോലീസിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തണം. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. ഹൈക്കോടതി ഉത്തരവ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് MV ഗോവിന്ദൻ. നടന്നത് സുതാര്യ ഇടപാടെന്നും CPM സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ മകളുടെയും കമ്പനിയുടെയും കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ലെന്ന് ബിനോയ് വിശ്വം. രാജി ആവശ്യപ്പെട്ട് കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി. പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേര്. ശിലാഫലകം തകർത്ത് DYFI. വാഴനട്ട് യൂത്ത് കോൺഗ്രസ്. പിന്നോട്ടില്ലെന്ന് BJP. തമിഴ്നാട്ടിൽ വീണ്ടും AIADMK BJP സഖ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കും. പ്രഖ്യാപനം നടത്തിയ അമിത്ഷാ. അണ്ണാമലയുടെ പിൻഗാമി നയനാർ നാഗേന്ദ്ര. വാർത്തയിലേക്ക് വിശദമായി. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചയാളാണ് വെള്ളാപ്പള്ളി. അടുത്തിടെയുണ്ടായ പരാമർശം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യമിട്ട് പറഞ്ഞതാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും പുലർത്താൻ വെള്ളാപ്പള്ളി ശ്രദ്ധിക്കണം. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ഏതെങ്കിലും കുറവുണ്ടായി എന്നല്ല. ഇതാണ് നാട്. ഏതിനെയും തെറ്റായി ചിത്രീകരിക്കുന്ന കാലമാണ്, ഏതിനെയും വക്രീകരിക്കുന്ന കാലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാൻ ആലപ്പുഴയിൽ ചേർന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ദുർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല. എല്ലാ കാലത്തും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള
അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട്ടിൽ ഒരു തിരിച്ചറിയണം. അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതിയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. ജനങ്ങളുടെ യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിലുള്ള കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിനിടയിൽ മറ്റൊരു പറയാൻ ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെതിരെ പോലും വിമർശനം ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, വർഗീയമായി പോലും അതിനെ ഉപയോഗപ്പെടുത്താൻ പല കോണുകളിൽ നിന്നും ശ്രമം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി നൽകുന്നത്. അതിനെ എങ്ങനെ കാണണം? അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഈ വിഷയത്തിലെടുത്ത നിലപാടിനെ കൂടി പിണറായി വിജയൻ തള്ളിക്കളയുകയാണ്. അവഗണിച്ചു തള്ളേണ്ടത് എന്നായിരുന്നു എം.എ. ബേബി ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി. എന്നാൽ പൂർണ്ണമായും ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വെള്ളാപ്പള്ളി ശ്രദ്ധിക്കുകയും അവധാനത പുലർത്തുകയും ചെയ്യണം എന്നുകൂടി പറയുമ്പോൾ അത് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ ഏതെങ്കിലും കുറവുണ്ടായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഈ കാലം മോശമാണ്. ഈ കാലത്തെ കാര്യങ്ങൾ തെറ്റായി വക്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ആളുകളാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കാലമാണിത്. തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞതാണ്. ലീഗിന്റെ പേര് പറയുന്നില്ല എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ വിരോധമോ ഒന്നും വെള്ളാപ്പള്ളിക്കില്ല. അവിടുത്തെ ഒരു വസ്തുതയാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചത്. ആ രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പമുള്ളവർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുള്ളവർ അതിനെ വിവാദമാക്കുകയായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം മുസ്ലിം ലീഗിനെതിരായി നടത്തിയ പരാമർശമാണ്. അത് വസ്തുതാപരമായ പരാമർശമാണ്. അതിനെ തെറ്റായി ചിത്രീകരിച്ചത് മുസ്ലിം ലീഗാണ്. ആ തരത്തിലേക്കായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചത്. ഈ പരാമർശം വെള്ളാപ്പള്ളി നടത്തുന്നതിന് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയില്ല എന്നും അവിടെ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയില്ല എന്നുമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോട് CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി പ്രതികരിച്ചത് അവഗണിച്ചു തള്ളേണ്ട വിഷയം എന്നാണ്. അങ്ങനെയല്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അത് അവഗണിച്ചു തള്ളേണ്ട വിഷയമല്ല. വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എല്ലാ കാലത്തും എല്ലാ മതങ്ങളുമായും കൂട്ടിയോജിച്ചുകൊണ്ട് യോജിച്ച വിഷയങ്ങൾ ഉയർത്തുന്നതിന് നേതൃപരമായ പങ്ക് വഹിച്ച ചരിത്രം കൂടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഉള്ളത് എന്നതുകൂടി മുഖ്യമന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ ശ്രദ്ധയും അവധാനതയും അദ്ദേഹം പുലർത്തണം എന്ന് സൂചിപ്പിക്കുന്നത് ആ വാക്കുകൾ പറഞ്ഞതിലോ വസ്തുതയിലോ അല്ല. ഈ കാലം മോശമാണ്. ഈ കാലത്ത് ആളുകൾ ഇതിനെ വക്രീകരിക്കാനും അതോടൊപ്പം തന്നെ ഇതിനെ തെറ്റായി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിക്കും. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അവധാനതയോടുകൂടി കാര്യങ്ങൾ പറയണം എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും അതിനെ ന്യായീകരിക്കുകയും അതിന് പൂർണ്ണമായും പിന്തുണ നൽകുകയും ചെയ്യുകയാണ്. കേരള സമൂഹത്തിന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അറിയാം. അദ്ദേഹം കാര്യങ്ങൾ സരസമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മതനിരപേക്ഷ നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയല്ല.
വിവിധ മതങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുകൂടി പറയുന്നു. തെറ്റിദ്ധാരണ പുലർത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അത് മനസ്സിലാക്കാനാവണം. കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തണം. ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നു എന്നല്ല പറയുന്നത്. ഇതാണ് നാട്. ഇതിനെ ഏതിനെയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയാണ് ഇത് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സ്നേഹമോ അല്ലെങ്കിൽ വിദ്വേഷമോ കൊണ്ടല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. മലപ്പുറത്തെ ഈ വിഷയത്തെ ഒരു വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിനെ ഈ രാഷ്ട്രീയ പാർട്ടിയോട് സ്നേഹമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പൂർണ്ണ പിന്തുണ നൽകുന്നു. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പോലും പൂർണ്ണമായും പറഞ്ഞു മുഴുമിക്കാതെയാണ് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പൂർണ്ണ പിന്തുണ വെള്ളാപ്പള്ളിക്ക് നൽകുന്നത്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് ആലപ്പുഴ ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർക്ക് കട തുറക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി. കട തുറക്കരുതെന്ന് കാണിച്ച് 100-ലധികം ചെറുകിട കച്ചവടക്കാർക്കാണ് പോലീസ് നോട്ടീസ് നൽകിയത്. KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ബീച്ചിൽ എത്തുന്നത്. തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ബീച്ചിലുള്ള കച്ചവടക്കാർക്ക് തുറമുഖ വകുപ്പ് അധികാരികളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിക്കരുതെന്ന നിർദ്ദേശം വാക്കാൽ ലഭിച്ചു. സൗത്ത് പോലീസും ഇക്കാര്യം പിന്നീട് രേഖാമൂലം അറിയിച്ചു. മന്ത്രിയൊക്കെ വരുന്നതല്ലേ, കുറച്ച് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഇവിടുന്നും പറഞ്ഞു 1 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വെക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞ് കിട്ടുന്ന സമയങ്ങളാണ്. ആ സമയത്ത് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് തുറക്കാൻ പാടില്ല എന്ന് പറയുമ്പം നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. രാത്രി 9 മണിയോടെ കുടിവെള്ളം വിൽപ്പന നടത്തുന്നവരുൾപ്പെടെ എല്ലാ കടകളും പൂർണ്ണമായി അടക്കണമെന്ന നിർദ്ദേശം സൗത്ത് പോലീസിൽ നിന്ന് തന്നെ വീണ്ടും വന്നു. ഇതിനെ വെച്ച് തന്നെ 5-6 കുടുംബങ്ങൾ ജീവിക്കണം. അരി വാങ്ങിക്കാൻ കൂടെ പൈസ ഇല്ല. കടയിലിട്ട് നമ്മൾ വേറെ വഴിയില്ല. നമുക്ക് പട്ടിണിയാണെന്ന് നമ്മൾ തുറന്നില്ലെങ്കിൽ എല്ലാവരും ആ കുടുംബങ്ങളെല്ലാം ഇതാവും. നമ്മൾ അരി വാങ്ങിക്കണമെങ്കിൽ ഇതിനെ പോയി തന്നെ അരി വാങ്ങിക്കും. കപ്പലണ്ടി വിൽപ്പന നടത്തുന്നവർ മുതൽ ഐസ്ക്രീം കച്ചവടക്കാരും കുടിവെള്ളവും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ആലപ്പുഴ ബീച്ചിൽ അന്നന്നത്തെ അന്നത്തിനായി ജോലി ചെയ്യുന്നത്. തങ്ങൾ എന്ത് ഭീഷണിയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കുന്നതെന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. സാധനവും വെള്ളവും എല്ലാം ഇറക്കി വെച്ചേക്കുവാ നമ്മള്. അപ്പൊ അതെല്ലാം ഇനി കച്ചവടം വരുന്നോടം വരെ ചിലപ്പോൾ നഷ്ടമാവും. കടം മേടിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടത്. ഇനി എത്ര ദിവസം കൊണ്ട് ഇത് വിറ്റ് തീരാനാ? 10,000-കണക്കിന് പേർ പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് തന്നെ കച്ചവടം നടക്കുമെന്ന് കരുതി പലരും കടം വാങ്ങിയും കൂടി കൂടുതൽ ഉൽപ്പന്നങ്ങൾ കടയിൽ കരുതി. കൊടിയുയർത്തലും സമരം ചെയ്യലും ഒന്നുമില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത പ്രതിഷേധമാണ് ഈ ഓരോ മനുഷ്യർക്കും. ഞങ്ങളുടെ സഖാവ് എന്ത് പറ്റി ഇങ്ങനൊരു തീരുമാനം എടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഉത്തരവില്ല. കാര്യം ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മന്ത്രി വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ അത്രയേറെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇങ്ങനൊരു അടി, പുറകിൽ നിന്നുള്ളൊരു അടി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. സർക്കാർ സാധാരണക്കാരുടെ ഈ പ്രതിഷേധം കാണാതെ പോകരുത്. ഇവര് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ ഒന്നുമല്ല സംസാരിക്കുന്നത്. സാധാരണ ദൈനംദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യരാണ്. അവരാണ് അവരുടെ പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും തുറന്നു പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം മോശമായൊരു സാഹചര്യം സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവിടെ കണ്ട ഓരോ വ്യക്തിയും ന്യൂസ് 18നോട് പങ്കുവയ്ക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വാർത്തകൾ വന്ന സംഭവം വിവാദമായതോടെ മലക്കം മറിഞ്ഞ പോലീസും CPM-ഉം. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കരുതെന്ന് മാത്രമാണ് നിർദ്ദേശം നൽകിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞപ്പോൾ എല്ലാ കടകളും അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രനും വ്യക്തമാക്കി. നോട്ടീസ് കൈപ്പറ്റി പരാതി ഉന്നയിച്ച ചെറുകിട കച്ചവടക്കാരെ പ്രതിക്കൂട്ടിലാക്കാൻ പോലീസും ഭരിക്കുന്ന പാർട്ടിയും ശ്രമിക്കുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അടയ്ക്കാൻ വേണ്ടി കളക്ടറോ SP-യോ പോലീസോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെയൊക്കെ ബന്ധപ്പെട്ട ശേഷമല്ലേ പറയണത്. അവിടെ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചില കടകളിൽ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ആ കത്തിക്കുന്ന കടകൾ ആ സമയത്ത് കത്തിക്കാൻ പാടില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ അങ്ങോട്ട് കടന്നു പോകുന്ന സ്ഥലത്ത്, കടപ്പുറം ആയതുകൊണ്ട് കടന്നു പോകുന്ന സ്ഥലത്തുണ്ട് 2 കടയുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അത് മൊബൈൽ അങ്ങോട്ട് മാറ്റാവുന്ന കടയാണ്, അത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം, വേറെ സംഭവമില്ല. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ പറയുന്നത് പ്രകാരം ആലപ്പുഴ ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി സമയത്ത് കടകളിലെ ഗ്യാസ് സിലിണ്ടർ മാത്രം പ്രവർത്തിപ്പിക്കാതിരുന്നാൽ മതി. കടകൾ ആർക്ക് വേണമെങ്കിലും തുറക്കാം. എന്നാൽ ഈ നോട്ടീസ് ഇനിയൊന്ന് കാണണം. നോട്ടീസ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പൊതുസുരക്ഷയുടെ ഭാഗമായി ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിച്ചാൽ നിയമ നടപടി നേരിടേണ്ടി വരും. കടകൾ തുറക്കാൻ പാടില്ല.
ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾ പൂട്ടിയാൽ മാത്രം മതി എന്നതുവരെ അദ്ദേഹം അറിഞ്ഞിട്ടുള്ളൂ. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ തൊട്ടടുത്ത് നടക്കുന്ന തൊട്ടടുത്ത് നടക്കുന്ന കടയ്ക്കകത്ത് സെമി പെർമനന്റ് ആയിട്ടുള്ള കടയ്ക്കകത്ത് കൊണ്ടുവന്ന് ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാർ പറയുക സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് കത്തിക്കാൻ പറ്റിയില്ലെന്ന് പറയും. പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്, കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. യാതൊരു പ്രശ്നമില്ല, അവിടെ നടത്തിക്കോളും, അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇനി രാത്രി 9 മണിയോടെ സൗത്ത് പോലീസ് നൽകിയ ഈ നോട്ടീസ് ഒന്ന് കാണുക. നിർദ്ദേശം എന്തെന്ന് പൊതുജനം പറയും. പെട്ടെന്നൊരു തിരിച്ചടിയായി പോയി. കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് പേപ്പർ വന്നിട്ട് പറഞ്ഞ് കട തുറക്കരുതെന്ന് പറഞ്ഞു. സാറേ, ഇത് വെള്ളക്കടയാണ്, ബജി പൊരിക്കുന്ന കടയല്ല, വെള്ളമാണ്, സ്റ്റൗ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും പറഞ്ഞ് വെള്ളക്കടയാണെങ്കിലും എന്താണേലും സ്റ്റേജ് തൊട്ട് കടൽപ്പാലം വരെ തുറക്കണ്ടെന്ന് പറഞ്ഞു. നാസർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നോട്ടീസ് നിരത്തി കോൺഗ്രസ് തിരിച്ചടിച്ചു. നാസർ പറയുന്ന പച്ചക്കള്ളമാണ്. ഞാൻ പോലീസ് കൊടുത്ത രേഖ ഞാൻ ഇപ്പോൾ അയച്ചുതരാം. ആലപ്പുഴ ബീച്ചിന്റെ കടൽപ്പാലത്തിന്റെ വടക്കുവശത്തുള്ള മുഴുവൻ കച്ചവടക്കാരും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കട അടച്ചിടണം, രാത്രി വരെ, ഇന്നത്തേക്ക് തുറക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പാവപ്പെട്ട കച്ചവടക്കാരുടെ വയറ്റത്തടിച്ച സംഭവം പരക്കെ വിമർശനം നേടിയതോടെ സൗത്ത് പോലീസിന്റെ തീരുമാനത്തെ തിരുത്തി ജില്ലാ പോലീസ് മേധാവി തന്നെ രംഗത്തെത്തി. ആകെ പറഞ്ഞിരിക്കുന്നത് 38 കടകളാണ്, 27ഉം 11ഉം. അതാ ക്ലോസ് പ്രോക്സിമേറ്റിൽ അറൗണ്ട് 20-25,000 എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ സമയത്ത് ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള കടകൾ അത് അവിടുന്ന് മൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഇത് മൂവ് ചെയ്യാത്തതിനെ കൊണ്ടാണ് പിന്നെ അടയ്ക്കാൻ പറയേണ്ട ആവശ്യം വന്നത്. അപ്പോഴും നിയമം മൂലം കച്ചവടക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തിയിടത്ത് വാക്കാൽ പോയി കട തുറക്കൂ എന്ന പാർട്ടി രാജ് നടപ്പിലാക്കാൻ ആർ നാസർ ദേഷ്യത്തോടെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ പോയി കച്ചവടം ചെയ്യും, മര്യാദയ്ക്ക് പോയി അവിടെ പോയി കച്ചവടം ചെയ്യും. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ചാനൽ കൊണ്ട് വെച്ചിട്ട് ഗവൺമെന്റിനെയും മോശപ്പെടുത്താൻ വേണ്ടിയുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് കൊടുത്തത് ആരാ? ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വീട്ടുപ്രസവങ്ങളെ ന്യായീകരിക്കുന്ന, ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ് അന്ധവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന മതപണ്ഡിതരുടെ ഇടപെടലിനോട് ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണിതെന്ന് BJP തുറന്നടിക്കുമ്പോൾ ആരെയും പേരെടുത്ത് പറയാതെയാണ് CPMന്റെ വിമർശനം. ഒരു പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേരുണ്ട്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഏത് ഹോസ്പിറ്റലാ പറ്റത്? ജഫറൂലിയര് പെണ്ണുങ്ങൾ പറ്റി 2 വീട്ടിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 പറ്റി വീട്ടിന്ന്. അശാസ്ത്രീയമായ കാര്യങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പിൻബലത്തോടെ പൊതുവേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മതപണ്ഡിതർ അഴിച്ചുവിട്ടതിന്റെ ഇരകൂടിയാണ് ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ മരണപ്പെട്ട അസ്മ. ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവ മതത്തിന്റെ പിൻബലത്തിൽ വ്യാഖ്യാനിച്ച് മതപണ്ഡിതർ പ്രചരണം തുടരുന്നതാണ് ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾക്ക് പിൻബലമാകുന്നതെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. മതസംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അഭിപ്രായം പറയട്ടെ എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രതികരണം. ഇപ്പോൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് ചുരുക്കം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ പ്രതികരണം ശരിയാകില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ മറുപടി. ചുരുക്കത്തിൽ വോട്ട് ബാങ്കായ സമൂഹത്തെ പിണക്കാൻ വയ്യെന്ന് വ്യക്തം. ഇക്കാര്യത്തിൽ ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു CPMന്റെ പ്രതികരണം. ലഹരിക്കെതിരായുള്ള ഒറ്റക്കെട്ടായ പോരാട്ടം പോലെ അന്ധവിശ്വാസത്തിനെതിരെയും പോരാടണമെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞു. ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായി ആ സാമൂഹ്യ തിന്മയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. അതേ രീതിയിൽ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും എല്ലാം മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഇത്തരം സംഭവവികാസങ്ങളെ തുറന്നു കാണിക്കാനും അതിനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാവേണ്ടത്. എന്നാൽ പ്രീണനം കാരണമാണ് ഇരു മുന്നണികളും പ്രതികരിക്കാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആഞ്ഞടിച്ചവർ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ് പറഞ്ഞു. മറിച്ച് ഇവിടുത്തെ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഏതെങ്കിലും സമുദായ സംഘടനാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ വാളെടുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത,
സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട അന്ധവിശ്വാസത്തിനും ശാസ്ത്രവിരുദ്ധതയ്ക്കുമെതിരെ നിലപാടെടുക്കാതെ പ്രശ്നത്തിൽ മുഖ്യ രാഷ്ട്രീയ കക്ഷികൾ മൗനം ദീക്ഷിക്കുകയും അഴകുഴമ്പൻ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഇവരുടെ ആത്മാർത്ഥത എന്ന് ആരും ചോദിച്ചു പോകും. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം വേങ്ങരയിൽ യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. 1.5 വർഷം മുൻപ് വിവാഹിതയായ 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയെയാണ് ഭർത്താവ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഫോണിൽ മുത്തലാഖ് ചൊല്ലുന്ന സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചൊല്ലിയത്. തീർത്തോ നാളെ പോയി ഒപ്പിടവർക്ക് ഒപ്പിട്ടരാം. തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ. അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ള എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല. ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കണ്ട. മുത്തലാഖ് ചൊല്ലുന്നത് നിയമവിരുദ്ധമെങ്കിലും ഇപ്പോഴും ഈ പ്രവൃത്തി തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ശബ്ദരേഖ. വേങ്ങര സ്വദേശിനിയായ 21-കാരി 2023 ജൂലൈയിലാണ് വിവാഹിതയായത്. ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞത് കേവലം 40 ദിവസം മാത്രം. സ്വർണം കുറഞ്ഞെന്നും സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞ് നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ. ഒടുവിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോഴോ പ്രസവിച്ചപ്പോഴോ ഭർത്താവോ ഭർത്തൃവീട്ടുകാരോ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ കഴിഞ്ഞ മാസം ഫോൺ വഴി മുത്തലാഖും ചൊല്ലി. ഇത് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു 10:30 ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത്. ഉപ്പാനെ കുറെ വഴക്ക് പറഞ്ഞു. നിങ്ങളെ കുഞ്ഞിന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ കുറെ വഴക്ക് പറഞ്ഞതിന്റെ ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് 1, 2, 3 ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയണേ അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു നമ്മളോടൊക്കെ പെരുമാറിയത്. 30 പവനോളം സ്വർണം കൊടുത്തായിരുന്നു വിവാഹം. ഇത് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞ അവർക്ക് ഒഴിവാക്കണം. അതായത് സൗന്ദര്യത്തിന്റെ നമുക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അവർ ഒന്നും തുറന്നു വിട്ടു പറയുന്നില്ല. എന്റെ മകൾക്ക് അങ്ങനെ അസുഖമാണെന്ന് പോലും പറയുമ്പോ ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല്? നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റുക. അങ്ങനെയുള്ള ഇവര് നമ്മൾ പറയുന്നത് എന്താണ് മാരകമായ അസുഖമാണ്. പിന്നെ എങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ടയിൽ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഫലിന് ജീവപര്യന്തം. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. 2020 സെപ്റ്റംബർ 5-നായിരുന്നു കോവിഡ് സെന്ററിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയ യുവതിയെ പീഡനത്തിനിരയാക്കിയത്. തൃശൂർ മാള കൂഴൂരിൽ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ലൈംഗിക പീഡനം ചെറുത്തതോടെയാണ് കുട്ടിയെ കുളത്തിലെറിഞ്ഞു കൊന്നതെന്നാണ് പ്രതി ജോജോയുടെ മൊഴി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ള മുഴുവൻ ആളുകൾക്കും എതിരെ അന്വേഷണം നടത്തണം. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. ആരെയും രക്ഷിക്കാൻ ശ്രമിക്കരുതെന്നും പോലീസിനോട് ഹൈക്കോടതി. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു പരാതി. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബി CEO എന്നീ പദവികളിൽ തുടരുകയാണ് KM എബ്രഹാം. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഏഷ്യാനെറ്റ് ന്യൂസിലെ 6 ജീവനക്കാർക്കെതിരായ കേസാണ് സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയത്. വാർത്താ പരമ്പര സതുദ്ദേശത്തോടെയെന്ന് നിരീക്ഷിച്ച കോടതി ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് വ്യക്തമാക്കി. എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ, റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസുഫ്, വീഡിയോ എഡിറ്റർ വിനീത് ജോസ്, ക്യാമറാമാൻ വിപിൻ മുരളി എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. ലഹരി വ്യാപനത്തിനെതിരായ ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു സർക്കാരിന്റെയും CPMന്റെയും നിലപാട്. തമിഴ്നാട്ടിൽ വീണ്ടും BJP AIADMK സഖ്യം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. അതേസമയം നയിനാർ നാഗേന്ദ്രൻ തമിഴ്നാട് BJP അധ്യക്ഷനാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ നാഗേന്ദ്രൻ മാത്രമാണ് പത്രിക സമർപ്പിച്ചത്.
1.5 വർഷം മുമ്പ് വഴിപിരിഞ്ഞ സഖ്യം വീണ്ടും കൈകോർക്കുന്നു. ലക്ഷ്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഭാഷാ വിവാദം, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുഖ്യ എതിരാളിയും ഭരണകക്ഷിയുമായ DMK തെരഞ്ഞെടുപ്പ് അജണ്ട വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് 1 വർഷം മുൻപേയുള്ള സഖ്യപ്രഖ്യാപനം. എടപ്പാടി പളനിസ്വാമിയുടെയും K അണ്ണാമലയുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സഖ്യം പ്രഖ്യാപിച്ചത്. 2026 NDA സഖ്യം അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. मुझे पूरा विश्वास है कि आने वाले दिनों में जो चुनाव होने वाला है वो जनरल इलेक्शन में NDA प्रचंड बहुमत हासिल करेगा और तमिलनाडु में फिर से एक बार NDA की सरकार बनेगी. सीटों की संख्या और सरकार बनाने के बाद मिनिस्ट्री का बंटवारा दोनों यूनिट्स हमारे साथियों के साथ बैठकर बाद में तय करेंगे. അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു ADMKയും BJPയും തമ്മിൽ വഴിപിരിയാൻ പ്രധാന കാരണം. അണ്ണാമലയുടെ പിൻഗാമിയായി തിരുനെൽവേലിയിൽ നിന്നുള്ള MLAയും AIADMK മുൻ നേതാവുമായ നയനാർ നാഗേന്ദ്രൻ പത്രിക സമർപ്പിച്ചതിനു പിന്നാലെയാണ് അമിത്ഷാ സഖ്യപ്രഖ്യാപനവും നടത്തിയത്. 2017 BJPയിലെത്തിയ നയനാർ നാഗേന്ദ്രനോട് AIADMKയ്ക്കും അകൽച്ചയില്ല. തേവർ സമുദായാംഗമായ നയനാർ നാഗേന്ദ്രൻ വരുന്നതോടെ പടിഞ്ഞാറൻ തമിഴ്നാടിനും കന്യാകുമാരിക്കും പുറമെ മറ്റിടങ്ങളിലേക്ക് കൂടി പാർട്ടിയെ വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന കണക്കൂട്ടലാണ് BJPക്ക്, പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ആര്യ ചേരും.